വെളുത്തുള്ളി വലിപ്പമുള്ള വെളുത്തുള്ളി ഇപ്രാവശ്യം മാർക്കറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അത് കാരണം അതിൻ്റെ കുറച്ച് അല്ലികൾ വെളുത്തുള്ളി ചെടി ഉണ്ടാക്കി വെളുത്തുള്ളി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുത്ത അല്ലിയാണ്, ഒരു അല്ലി തന്നെ ഇത്രയും വലിപ്പമുണ്ട്. ഈ വേര് വരുന്ന ഭാഗം ഈ ഭാഗമാണ്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് മുളപ്പും ഇലയും വരുന്നത് ഈ ഭാഗത്തു കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്കത് സാവകാശം ഞാനൊരു കവറിലാണ് എടുത്തിരിക്കുന്നത്, ഒരു സാധാരണ പ്ലാസ്റ്റിക് കവറിലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇച്ചിരി മുട്ടത്തോടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്, വേറെ വളമൊന്നും ഇട്ടിട്ടില്ല. ഞാനതിങ്ങനെ വെറുതെ കുഴിച്ച് വയ്ക്കുകയാണ്. കുറച്ച് അതിൻ്റെ ടേപ്പറിങ് എൻഡ് മാത്രം പുറത്ത് കാണത്തക്ക രീതിയിൽ വയ്ക്കുകയാണ്. എത്ര ദിവസം എടുക്കും ഇത് മുളപ്പായി വരാനെന്നുള്ളത് ഒന്ന് നോക്കാം. രണ്ടെണ്ണമായി. പിന്നെ മൂന്നാമത്തെ ഒരെണ്ണം ഇവിടെ നട്ടു, ഒരെണ്ണം മധ്യത്തായിട്ടും നട്ടു, ഒരെണ്ണം നട്ടു. പിന്നെ ഒരു ഏറ്റവും ചെറുതൊരെണ്ണം ഉണ്ടായിരുന്നു, അതും ഞാനിവിടെ തന്നെ ഒന്ന് വയ്ക്കുകയാണ്. കുറച്ച് കല്ലൊക്കെ അങ്ങ് മാറ്റിയിട്ട് അതിന് അമങ്ങിപ്പോകാൻ പാടില്ല. ഇത് അമങ്ങിപ്പോയാൽ അഴുകിപ്പോകും. ഈ ഉള്ളി ഇനങ്ങളൊക്കെ അമങ്ങിപ്പോകാൻ പാടില്ല. കുറച്ച് മുകളിൽ അതിൻ്റെ ഇത് നിൽക്കുകയും വേണം, എന്നാൽ അമങ്ങിപ്പോകാനും പാടില്ല. ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ലഭിക്കാൻ പാടുള്ളൂ, കൂടുതൽ വെള്ളമൊന്നും പാടില്ല. ഇപ്പോൾ ഈ മണ്ണിൽ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ നനച്ചിട്ടുണ്ട്, നടുന്നതിന് മുമ്പ് തന്നെ നനച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നനവിലത് വളർന്നുകൊള്ളും. ഇത്രയും 1, 2, 3, 4, 5, 6 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇതിൽ എത്ര എണ്ണം കിളിച്ച് വരുമെന്ന് നമുക്ക് നോക്കാവുന്നതാണ്.